നുഴഞ്ഞുകയറ്റചാലകനെ അമേരിക്കയിൽ കയറ്റാൻ താല്പര്യമില്ല എന്നാണ് ന്യൂയോർക്ക് മേയറായിട്ടുള്ള സോറാൻ മംദാനി പറഞ്ഞിരിക്കുന്നത്. മംദാനി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് അടക്കം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ്, എന്ത് യോഗ്യതയാണ് ഭാരതത്തിൻ്റെ സാംസ്കാരികതയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന RSS പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ അമേരിക്കയിലേക്ക് കയറരുത് എന്നതിനെക്കുറിച്ച് താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സംസ്കാരവും ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പഴമയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതായത് 300-400 വർഷത്തിൻ്റെ പഴക്കമല്ല ഭാരതത്തിനുള്ളത്. ഭാരതത്തിന് 7000-ലധികം വർഷത്തിൻ്റെ പഴക്കമുണ്ട്. അത്തരത്തിൽ പഴമയേറിയ ഒരു രാജ്യത്തിനെ ഈ രീതിയിൽ വെല്ലുവിളിക്കാൻ ആരാണ് അധികാരം തന്നത്? ലോകം ഇന്ന് ചിന്തിക്കുന്നത് മുഴുവൻ ഭാരതത്തിനെ കുറിച്ചാണ്. വസുദൈവ കുടുംബകം പോലുള്ള ആശയം, ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണ് എന്ന ഭാരതത്തിൻ്റെ ആശയമാണ് ഇന്ന് ലോകം സംസാരിക്കുന്നതോടൊപ്പം തന്നെ ലോകം നമസ്കാരം പറയുന്നു, ലോകം ഭാരതീയമായി ചിന്തിക്കുന്നു, ലോകം യോഗയിലൂടെ കടന്ന് മുന്നോട്ട് പോകുന്നു. ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെയും ലോകത്തിൽ കൊണ്ടുവരുന്നതിന്, ഇങ്ങനെ ലോകത്തെ ചിന്തിക്കുവാൻ പ്രാപ്തമാക്കുന്നതിന് പ്രേരണാശക്തിയായിരുന്നത് RSS പ്രസ്ഥാനമാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയാണ് ഈ രീതിയിൽ സോറാൻ മംദാനി അമേരിക്കയിൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്, അതായത് അമേരിക്കയ്ക്കകത്ത്, ന്യൂയോർക്കിനകത്ത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ തരത്തിൽ സോറാൻ മംദാനി നടത്തുന്നത്. ആ രീതിയിലുള്ള മംദാനിയുടെ നീക്കത്തെ തടയേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം പ്രധാനമാണ്. അല്ലെങ്കിൽ അതൊരു പാകിസ്ഥാനായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പോൾ യൂറോപ്പിൽ വളരെ ശക്തമായ ഇസ്ലാമിക അധിനിവേശം നടക്കുന്നു. അതിൽ പലതിനും പിന്നിൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ ഒരു പ്രാന്തപ്രദേശമായി അറിയപ്പെടാൻ ആഗ്രഹമില്ലെന്ന ഫിൻലാൻഡിന് തന്നെ തുറന്നു പറയേണ്ടി വന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നടക്കം ഈ രീതിയിൽ നുഴഞ്ഞു കയറിയും മറ്റ് പല മാർഗങ്ങളിലൂടെയും എത്തുന്ന പാകിസ്ഥാനികൾ ഇപ്പോൾ യൂറോപ്പിൽ നടത്തുന്നത് നാടകീയമായ നീക്കങ്ങളാണ്. യൂറോപ്പിൽ അവർ നടത്തുന്ന നീക്കങ്ങൾ ആ രാജ്യത്തിന് പലപ്പോഴും അടിയറവ് പറയേണ്ടി വരുന്നു. UK-യിലൊക്കെ നടത്തിയ ഗ്രൂമിംഗ് ഗ്യാങ്സിൻ്റെ ഓപ്പറേഷൻ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. 1.5 ലക്ഷത്തിലധികം UK നിവാസികളായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്കെതിരെയാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ ഓപ്പറേഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പോലും പ്രതികരിക്കുവാൻ തയ്യാറായില്ല. കാരണം തങ്ങളെ ഒരു ഇസ്ലാമോ ഫോബിക്കായി മുദ്ര കുത്തുമോ എന്ന ഭയമായിരുന്നു അവർക്ക്. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ജനത വലിയ കഷ്ടനഷ്ടങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. അതേ അവസ്ഥ അമേരിക്കയ്ക്കും വന്നു ചേരും എന്ന രീതിയിലാണ് പരക്കെ അമേരിക്കയിൽ സോറാൻ മംദാനിക്കെതിരെയുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത്. കാരണം ഭാരതം അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ രാജ്യമാണ്. ഈ അടുത്ത സമയത്ത് സോറാൻ മംദാനിക്ക് പുറമെ USCIRF എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷനായ ആസിഫ് മെഹ്മൂദും ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഭാരതത്തിന് നേരെ, അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ RSSനെതിരെ ഈ രീതിയിൽ പറഞ്ഞത് തീർച്ചയായും ഭാരതം വളരെ കൃത്യമായ രീതിയിൽ പരുഷമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് വക്താവ് രൺധീർ സിംഗ് ജയ്സ്വാൾ ഇതിന് കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയത്. വലിച്ചുകീറി ഒട്ടിച്ചു എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. വളരെ നല്ല രീതിയിൽ അതിനെ മറുപടി കൊടുത്തതിന് ശേഷം പോലും ഈ രീതിയിൽ മുസ്ലിങ്ങളെ അണിനിരത്തിക്കൊണ്ട് മംദാനിയെ പോലുള്ള ആൾക്കാർ നീക്കം നടത്തുവാനാണ് പദ്ധതിയിടുന്നത്. മംദാനി പല നാടകങ്ങളും കളിക്കുകയുണ്ടായി. കാരണം ഭാരതത്തിന് ഇവിടെ തനിക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പും ഇല്ല എന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും നടപ്പിലാക്കിയെടുക്കുവാൻ, നാടകം കളിക്കുവാനൊക്കെ മംദാനി ശ്രമിച്ചിരുന്നു. അതായത് താൻ മുന്നേ പലപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തിയിട്ടുണ്ട്, ഇസ്കോണിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ മറയാക്കി പിടിച്ചുകൊണ്ട് ചില നീക്കങ്ങളൊക്കെ നടത്തുവാൻ ശ്രമം നടത്തി. പക്ഷേ മംദാനിയെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യ നൽകിയ മറുപടി. എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ പറ്റില്ല. മംദാനിക്ക് കടിഞ്ഞാണിടുക തന്നെ വേണം. കാരണം ഇല്ലെങ്കിൽ ഭാരതവുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകും. ഭാരതവുമായി ഇപ്പോൾ ഒരു ബന്ധം വഷളാക്കുന്നതിന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇതിനോടൊക്കെ തന്നെ താരിഫും മറ്റ് പ്രശ്നങ്ങളും നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇതുകൂടി ആയാൽ തീർച്ചയായും അത് ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് അമേരിക്കയെ എത്തിക്കുമെന്ന് അറിയാം. പ്രത്യേകിച്ചും
ചൈന, റഷ്യ, ഇന്ത്യ ഇവരൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ യോജിക്കാനുള്ള ഒരു സാഹചര്യം, അതായത് റഷ്യയും ഭാരതവും തമ്മിൽ വളരെ അടുത്ത ബന്ധം തന്നെയാണ്, ചൈന കൂടി ചേരിയിലേക്ക് കടന്നു വരുവാൻ ഇത് കാരണമായേക്കുമോ എന്ന് പോലും അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക മംദാനിയെ, അമേരിക്കയുടെ പൊതുസമൂഹം തന്നെ മംദാനിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അവർ പല കോണുകളിൽ നിന്നായി പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മംദാനി നേരത്തെയും ഇതേപോലെ തന്നെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് പാലസ്തീനെ അനുകൂലിച്ചും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഈ രീതിയിൽ കസ്റ്റഡിയിലെടുക്കും, അതായത് ന്യൂയോർക്കിലേക്ക് ഇദ്ദേഹം വന്നാൽ കസ്റ്റഡിയിലെടുക്കും, ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി മുഴക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ മോഹൻജി ഭാഗവതിനെതിരെ അത്തരത്തിലൊരു സംസാരമൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. തനിക്ക് അതിനുള്ള അധികാരമില്ല. പക്ഷേ താൻ വരുന്നതിന്, അതായത് മോഹൻജി ഭാഗവത് അമേരിക്കയിൽ കാലുകുത്തുന്നതിന് തനിക്ക് താല്പര്യമില്ല. പക്ഷേ തനിക്ക് അതിനോടുള്ള അധികാരമൊന്നുമില്ല. എന്തു തന്നെയായാലും ഇദ്ദേഹം അവിടെ വരുന്നത് ശരിയല്ല എന്നതാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് പക്ഷേ മോഹൻജി ഭാഗവതിനെ വരവേൽക്കുവാൻ വേണ്ടി അമേരിക്കയിൽ തയ്യാറായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ കാലുകുത്തുമ്പോൾ സോറാൻ മംദാനിയുടെ കരണത്തേൽക്കുന്ന അടി തന്നെയായിരിക്കും മോഹൻജി ഭാഗവതിന്റെ സന്ദർശനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.